മെയ് 1-ാം തീയതി മുതൽ കേരളത്തിൽ പവർ കട്ട് തുടങ്ങുകയാണ്. വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 മണി വരെയുള്ള 6 മണിക്കൂർ അരമണിക്കൂർ ഇടവിട്ട് വിവിധ സ്ഥലങ്ങളിൽ പവർ കട്ട് ഏർപ്പെടുത്തും. ഇത് പീക്ക് മാനേജ്മെന്റ്, എനർജി മാനേജ്മെന്റ് എന്നാണ് ഗവൺമെന്റ് വിളിക്കുന്ന ഓമന പേര്. അങ്ങനെ പവർ കട്ടില്ലാത്ത കേരളം എന്ന വീരവാദം അവസാനിച്ചിരിക്കുകയാണ്. എന്താണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക്, അതായത് പവർ കട്ട് ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിച്ചത്? എന്താണ് ഇതിന്റെ കാരണങ്ങൾ? എന്താണ്? അതെ, രാജഗോപാൽ പറഞ്ഞ പോലെ സാർവദേശീയ തൊഴിലാളി വർഗ ദിനത്തിൽ തന്നെ നമുക്ക് ഇരുട്ടടിയേൽക്കുകയാണ്. തൊഴിലാളി വർഗ ഗവൺമെന്റാണ് ഭരിക്കുന്നതെന്നാണ് അവകാശപ്പെടുന്നത്. തൊഴിലാളികൾക്ക് വേണ്ടി വീരോചിതം ബാധിച്ച് അവരുടെ കൂലി കേരളത്തിൽ കണ്ടമാനം കൂടി കേരളത്തിലെ കൃഷിയും ബാക്കി കാര്യങ്ങളും എല്ലാം ഇല്ലാതാക്കിയ ഒരു ഗവൺമെന്റിന്റെ വലിയൊരു അവകാശവാദമായിരുന്നു പവർ കട്ട് ഇല്ലാത്ത പത്താണ്ട്. നമ്മളെ ആകെ ആശയക്കുഴപ്പത്തിലാക്കിക്കൊണ്ട് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ എല്ലാം 1-ാം പേജ്, അതിൻ്റെ മാസ്റ്റ് ഹെഡ് എന്ന് പറയുന്ന ആ തലക്കെട്ടിന് താഴെ ക്യാരി ചെയ്ത ഒരു ഹെഡ്ലൈൻ, കേരളത്തിൽ 2 മണിക്കൂർ പവർ കട്ട് എന്ന് പറഞ്ഞെഴുതി ഉമ്മൻചാണ്ടി സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് വന്ന വാർത്തകളാണ് എടുത്ത് വിഴിപ്പലക്കുന്നത് പോലെ 1-ാം പേജിൽ ഒരു നാണവുമില്ലാതെ പ്രധാനപ്പെട്ട പത്രങ്ങളെല്ലാം നമുക്ക് രാവിലത്തെ വാർത്തയായിട്ട് കൊണ്ടുവന്നു. മനസ്സിലായോ? അങ്ങനെ ഒരു വാർത്ത കണ്ടത്, അതിൻ്റെ ഒരു അവകാശവാദം എന്ന് പറയുന്നത്, ഞങ്ങളുടെ കാലത്ത് പവർ കട്ടില്ലാതെ ഞങ്ങൾ ഭരിച്ചു. ആ 10 വർഷത്തിന് അന്ത്യമാകുന്നത് മെയ് 4-ന് തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ മനസ്സിലാക്കിയ ശേഷം ഈ ഗവൺമെന്റ് തുടരുമോ, വേറെ ഗവൺമെന്റ് വരുമോ എന്നുള്ളതിനെ ആസ്പദമാക്കിയാണ്. പക്ഷേ അപ്പൊ പഠിക്കൽ കൊണ്ടിട്ട് ഇവർ കുടമുടച്ചിരിക്കുന്നു. പവർ കട്ട് ഇവർക്ക് തന്നെ വേണ്ടി വന്നിരിക്കുന്നു. അവരുടെ ഈ വിടുവായത്വത്തിന് ഒരറുതി വന്നിരിക്കുന്നു. മാത്രമല്ല, പവർ കട്ടില്ലാത്ത 10 ആണ്ട് എന്നുള്ളത് അവകാശവാദം പൊള്ളയാണെന്ന് വ്യക്തമാണ്. കാരണം നഗരപ്രദേശങ്ങളിലൊക്കെ ചിലപ്പോൾ വൈദ്യുതി കെട്ടുണ്ടായിരുന്നിരിക്കില്ല, പക്ഷെ ഗ്രാമങ്ങളിലൊന്നും കറണ്ട് കിട്ടാനേ ഇല്ല. അത് ഇപ്പോഴല്ല, എത്രയോ വർഷങ്ങളായിട്ടുള്ള. ഇതിപ്പോ പറയുന്നത് പ്രഖ്യാപിത പവർ കട്ടിന്റെ കാര്യമാണ്. അപ്രഖ്യാപിതമായിട്ട് നേരത്തെ തന്നെ ഉണ്ട്, നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാടുണ്ട് ഉള്ളൂ. ഇതിലിപ്പോ അരമണിക്കൂർ വീതം രാത്രി 10 മുതൽ 12 വരെ കട്ട് ചെയ്യുന്ന ഇത് വലിയ കേരളത്തോട് ചെയ്യുന്ന, തീർച്ചയായിട്ടും ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ചെയ്യുന്ന വലിയ ക്രൂരതയാണ്. കാരണം പാവങ്ങൾ പോലും ആഡംബര വസ്തുവായിട്ടല്ല AC വാങ്ങിച്ചു വെക്കുന്നത്. എവിടെന്നെങ്കിലും സെക്കൻഡ് ക്ലാസ് ACയോ മറ്റോ വാങ്ങിച്ച് അവർ വെക്കുന്നത്. നിവർത്തിയില്ല. വീടുകളെന്ന് പറഞ്ഞ് നമ്മൾ മരങ്ങളെല്ലാം വെട്ടിമുറിച്ചു, നമ്മുടെ തണ്ണീർത്തടങ്ങളെല്ലാം ഇല്ലാതാക്കി. നമ്മൾ അതുപോലെ തന്നെ കൂടുതൽ ഉയർന്ന അമ്പരചുംബികളായ കെട്ടിടങ്ങൾ ചുറ്റും വെച്ചിട്ട് നഗരങ്ങളിൽ മുഴുവൻ ഈ പറയുന്ന ഹീറ്റ് പോക്കറ്റ്സ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ കിടക്കാൻ കഴിയില്ല. ജനലുകളുള്ള വീട് വെച്ചാലോ പാമ്പകത്ത് കയറും. ജനലടച്ചിട്ട് ഇങ്ങനെ കിടക്കേണ്ടി വരും. ജനൽ അടച്ചിടണം എന്ന് ഗവൺമെന്റ് തന്നെ പറയുകയാണ്, വനം വകുപ്പ് തന്നെ പറയുകയാണ്. അങ്ങനെ നമ്മള് ഒരു ശരിക്ക് പറഞ്ഞാൽ ആവിയിൽ പുഴുങ്ങപ്പെടുകയാണ്. എന്റെ കൂടെ നമ്മുടെ ദിവസത്തിന്റെ 3/4 ഭാഗവും വൈദ്യുതി ഇല്ലായിരുന്ന തമിഴ്നാട്ടിൽ പോലും ഇപ്പൊ പവർ കട്ടില്ല. വളരെ റെയറാണ്. അവരത് മാനേജ് ചെയ്തു. ജയലളിതയുടെ കാലത്ത് 12 മണിക്കൂർ പവർ കട്ടാണ് ഉണ്ടായിരുന്നു. അവർ മാറിയത്. അതെ. പക്ഷെ ഇപ്പോൾ അവര് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാനും പുതിയ പദ്ധതികൾ. അതിലൊരു പ്രധാന കാര്യം ഞാൻ പറയാം. ഈ സൂര്യഘർ യോജന എന്ന് പറയുന്ന പ്രധാനമന്ത്രി നടപ്പാക്കി. അവിടെ അത് അവരും നടപ്പാക്കി. ഈ കേരളം ഒഴിച്ച് സകല സംസ്ഥാനങ്ങളും ഇവിടെ അതില്ല. അവിടെയാണ് അതിന്റെ വൈരുദ്ധ്യം. രാജഗോപാലെ ഹർ ഘർ സൂര്യ എന്ന് പറയുന്ന പദ്ധതി കേന്ദ്രത്തിന്റെയാണ്. ആ കേന്ദ്രത്തിന്റെ പദ്ധതി വളരെ ഉദാരമായ പലരും അതെടുത്തു. പലരും ഇപ്പോഴും ഉണ്ട്. അത് നിഷ്പ്രയോജനവുമായി. ഇത്രയും ചൂട് വരുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പവർ കട്ട് വലിയ ശല്യം, അസഹനീയമാവുന്നത്. ഈ ചൂട് ഉപയോഗിക്കാനുള്ള ഒരു പദ്ധതിയായിരുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ പദ്ധതി. അതിനെ സംസ്ഥാന ഗവൺമെന്റ് പ്രോത്സാഹിപ്പിച്ചില്ല. സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്ത് പ്രോത്സാഹിപ്പിച്ചില്ല. അതെ. പിന്നെ ഈ കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് ചില ആളുകളൊക്കെ ബാങ്കുകൾ വഴി അത് എടുക്കുകയും നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനല്ല, ഇതിനകത്ത് വേറെ ചില കാര്യങ്ങളുണ്ട്. പുരപ്പുറ വൈദ്യുത പരിപാടി, കേന്ദ്രത്തിന്റെ ഉദാരമായ സബ്സിഡിയോടുള്ള പദ്ധതി, പലരും ലാഭകരമായിട്ട് അത് കൊണ്ട് നടക്കുന്നുണ്ട്. ഇപ്പൊ നഗരങ്ങളിലൊക്കെ 2 ലക്ഷം രൂപയോളം ഇൻവെസ്റ്റ് ചെയ്യണം, അതിന് സബ്സിഡി കൊടുക്കും ഗവൺമെന്റ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണെന്നറിയാമോ? അതുമൂലം വൈദ്യുതി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, ഒരു വൻതോതിൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതിൽ 1 കോടി യൂണിറ്റോളം പാഴായി പോവുക. കാര്യം എന്താണെന്നറിയാം? സൂര്യൻ പ്രകാശിക്കുന്നത് പകലാണ്. ആ പകൽ സമയത്ത് നമുക്ക് വലുതായിട്ട് ഊർജത്തിന്റെ ആവശ്യമില്ല, വൈദ്യുത ഊർജത്തിന്റെ ആവശ്യമില്ല. മനസ്സിലായോ? ആ ഊർജം അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം?
ഭാവനാപൂർണമായ പ്ലാനിങ്ങിലൂടെ അതെ. സ്റ്റോറേജ് ബാറ്ററികളിൽ സൂക്ഷിച്ചു വെക്കണം. അതാണ് മാത്രമല്ല ഗവൺമെന്റ് ഏറ്റെടുക്കും ഇങ്ങനെ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന അധിക വൈദ്യുതി ആ. ഗവൺമെന്റ് ഏറ്റെടുക്കും പറഞ്ഞു. ഇവിടെ ആ സംവിധാനം ഇല്ല. ഈ സംവിധാനം ഉണ്ട്, അതിനുവേണ്ടി ശ്രമം നടക്കുന്നതേ ഉള്ളൂ. ഇതൊരു 2 വർഷം മുമ്പേ വരേണ്ടതായിരുന്നു. അതെ അതെ. അത് നമ്മള് കാലം കെട്ട ക്രാന്തദർശിത്വമില്ലാത്ത ദീർഘവീക്ഷണമില്ലാത്ത പ്ലാനിങ്ങിന്റെ ആരാ നടത്തുന്നോന്ന് അറിയാമോ? അതെ അതെ. വൈദ്യുതി ബോർഡ്. വൈദ്യുതി ബോർഡിന്റെ ചെയർമാന്റെ ശമ്പളം എത്രയെന്നറിയാമോ? ബേസിക് ശമ്പളം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ശമ്പളം എന്ന് പറഞ്ഞത് 1,14,000 രൂപയാണ്. ബേസിക്കാണ്. ബേസിക്കാണ്. എനിക്കറിയാം, നമുക്കറിയാമോ, നമ്മുടെ ഒരു സർക്കാർ ജീവനക്കാരൻ 5,500 ബേസിക് ഉണ്ടെങ്കിൽ 1,00,000 അധികം രൂപയാണ് എല്ലാ എംപ്ലോയ്മെന്റ്സും കൂടി കിട്ടുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു 10-15 ലക്ഷം രൂപ ഉണ്ടെങ്കിലും അത്ഭുതപ്പെടാനില്ല. അതുകൂടാതാണ് പെർക്സ്. കമ്പൻമേട് എന്നും പറഞ്ഞൊരു സ്ഥലമുണ്ട്, രാജഗോപാലിന് അറിയാമോ? അവിടെ ഒരു വൈദ്യുത പദ്ധതി ഉണ്ട്, അറിയാമോ? അതുപോലെ തന്നെ അവിടുത്തെ ഒരു ഇറിഗേഷൻ പദ്ധതിയും കൂടാണത്. നമുക്ക് കേരളത്തിന് ആവശ്യമുള്ള പച്ചക്കറി മുഴുവൻ ഉൽപ്പാദിപ്പിക്കാൻ കമ്പൻമേടിന് സാധിച്ചതിന് പദ്ധതി 10 വർഷത്തോളം അവിടെ ഒന്നും നടക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാർ അവിടെ പോവും, യാത്ര ചെയ്യും, എഴുതിയെടുക്കും. ഒന്നും സംഭവിക്കുന്നില്ല. കാര്യം എന്താണെന്നറിയാമോ? ഇവിടുത്തെ സ്റ്റാലിനും അവിടുത്തെ സ്റ്റാലിനും തമ്മിലുള്ള എഗ്രിമെന്റ്. തമിഴ്നാട് അത് സമ്മതിക്കുന്നില്ല. മനസ്സിലായില്ലേ? അത് ഈ കാന്തള്ളൂരിനൊക്കെ അടുത്ത ആ പ്രദേശം അവിടുത്തുകാരൻ ഒരുത്താൻ എന്നോട് കരഞ്ഞോണ്ട് എന്നെ പറഞ്ഞു, സാറേ ഇതിനെക്കുറിച്ച് ഒരു സ്റ്റോറി ചെയ്യണം, അവിടെ വന്ന് ഷൂട്ട് ചെയ്യണം, ഞങ്ങൾ പറഞ്ഞുതരാം. പച്ചക്കറി സമ്പന്നമായ ഈ കേരളം അത് ചെയ്യത്തില്ല. ആ ഭാവനാപൂർണമായിട്ടുള്ള അത്തരം ഇതുപോലെ മുടങ്ങിക്കിടക്കുന്ന പല ഡിസ്ട്രക്ഷൻ ആണ് അവരുടെ ഒരു ഡിസ്ട്രക്ഷൻ. അതെ, കട്ടുമുടിക്കുക. ഇനി നമുക്കറിയാമല്ലോ, യൂണിയൻ നേതാക്കൾ വളരെ ശക്തമാണ് അവിടെ. KSRTC എന്ന പോലെ നമുക്കറിയാമല്ലോ, അവിടുത്തെ ഒരു യൂണിയൻ നേതാവ് സഞ്ചരിക്കുന്നത് KSEB ചെയർമാന്റെ കാറിലാണ് വീട്ടിലേക്ക് പോകുന്നത്. എന്തൊരു തോന്നിയാസം നമുക്കറിയാം. അതുപോലെ അവിടുത്തെ കേവലം ഒരു ജൂനിയർ ഡ്രാഫ്റ്റ്സ്മാൻ ആയിരുന്ന ആള് ഫ്ലൈറ്റിലാണ്. ഒരു 15 വർഷം മുമ്പ് തൊട്ടേ ഡൽഹി, നമ്മളിപ്പോ ഉഡാൻ പദ്ധതിയായി സാധാരണക്കാരന് ഫ്ലൈറ്റ്, അന്നേ അവന് അതാണ് അത്ര ദാർഷ്ട്യം എന്ന് പറഞ്ഞതുപോലെ അവർക്കെതിരായിട്ട് വാർത്തകൾ നിന്ന് അവർ വളരെ പവർഫുൾ ആകും. ഒരു പത്രത്തിൽ അവർക്കെതിരായിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി വന്നു കഴിഞ്ഞപ്പോൾ രാത്രി പത്രം അടിക്കുന്ന സമയം നോക്കി അതിന്റെ കംപ്ലീറ്റ് ആ സപ്ലൈ നിർത്തി. മനസ്സിലായോ? പത്രക്കാരൻ ചെന്ന് കാല് പിടിക്കേണ്ടി വന്നു. ചോദിച്ചപ്പോൾ ഞങ്ങൾ തരില്ലെന്ന് പറഞ്ഞ് പത്രത്തിന്റെ പ്രൊഡക്ഷൻ ഡിസ്ട്രപ്ഷൻ ആക്കി. പത്രത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, അത് അർഹിക്കുന്ന ഒരു പത്രമായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അങ്ങനെ വളരെ പവർഫുൾ ആണ്. ആ പവർഫുൾ ആയിട്ടുള്ള ശമ്പളമുള്ള ഇത്രയും ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥന്മാർ എല്ലാം IAS-കാരാ. ഭാവനാപൂർണമായിട്ടുള്ള പരിപാടി നടപ്പാക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഈ കഷ്ടത അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. ഈ പുരപ്പുറ ഇത്രയും ചൂടുള്ള കേരളത്തിന്റെ ഈ ചൂട് ഉപയോഗിക്കാൻ ഇവർക്ക് എത്ര നാളുകൊണ്ടാണ്? ബാണാസുര സാഗർ പദ്ധതി ഉണ്ട്, എവിടെ അതിന്റെ വൈദ്യുതി? എല്ലാം പാഴായി കളയുകയാണ്. സ്റ്റോർ ചെയ്യാൻ സൗകര്യമില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു ഓട്ടക്കലത്തിനകത്ത് നമ്മൾ വെള്ളം സൂക്ഷിച്ചിരിക്കുന്നത് പോലെയാണ് പുരപ്പുര സൗരോർജ പദ്ധതി എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പൊ അത് ചെയ്തിരിക്കുന്നവർക്ക് ലാഭമുണ്ടോ? അവർക്ക് വൈദ്യുതി ചെലവ് വരില്ല. ജനങ്ങളെ കുറിച്ച് ചിന്തയില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് പുറത്തുനിന്നാണ് ഒരു മന്ത്രിയുടെ ആഡിയോ കേട്ടിട്ട്, ഈ 2018 വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമാണ്. വെള്ളപ്പൊക്കം മനുഷ്യനിർമ്മിതമാണ്. തുറന്നു അതായത് ഒരു ബണ്ടുണ്ടായിരുന്നു, അത് തുറന്നു ഇതെല്ലാം ഉണ്ട്. തണ്ണീർമുക്കം ഷട്ടർ തുറന്നുവിടാത്തതുകൊണ്ടുണ്ടായ വെള്ളപ്പൊക്കമാണ് മനുഷ്യനിർമ്മിതമാണ്. അത് മനുഷ്യനിർമ്മിതമാണ്. അതാണ് 2ാം പിണറായിലേക്ക് നയിച്ചത്. അതെ അതെ അതെ. അത് നമ്മളെല്ലാം കൂടെ ഇറങ്ങുമല്ലേ എന്ന് പറഞ്ഞ പുള്ളി ചെയ്ത പ്രവർത്തനം സ്വയം സൃഷ്ടിച്ചതാണെന്നാണ് ഇപ്പൊ അവര് തന്നെ സമ്മതിച്ചു. അതിലൊരു മന്ത്രി തന്നെ സമ്മതിച്ചു എന്ന് പറയുന്ന പോലെ മനുഷ്യനിർമ്മിതമായിട്ടുള്ളൊരു പ്രതിസന്ധിയാണ് ഇവിടെ. നോക്കൂ രാജഗോപാലെ, ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമുക്ക് ഒരു മാസത്തിലേറെ കാലമായിട്ട് വലിയ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ എണ്ണ സപ്ലൈ ചെയ്യുന്ന രാജ്യങ്ങളുടെ ഹോർമൂസ് കടലിടുക്കിൽ. പക്ഷേ എന്നിട്ടും നമുക്ക് ഏതെങ്കിലും വീട്ടിലൊരു പ്രതിസന്ധി ഉണ്ടാവുന്ന വീടുകളിൽ, വ്യാപാര സ്ഥാപനങ്ങളിൽ ഉണ്ടായിരിക്കാം. കണ്ണുള്ളവർക്ക് അതൊക്കെ കാണാം. ദീർഘദൃഷ്ടിയോടുകൂടി നമ്മൾ അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് പ്ലാന്റുകൾ സ്ഥാപിച്ചിരുന്നു. മനസ്സിലായില്ലേ? ഒരു ഗവൺമെന്റിനും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഇന്ത്യ. ഊർജ പ്രതിസന്ധി ഇന്ത്യ നിർവഹിച്ചു. കോവിഡ് കാലത്ത് എങ്ങനെ സ്വയം വാക്സിൻ നിർമ്മിച്ച് നമ്മുടെ ജനങ്ങളെ 140 കോടി ജനങ്ങളെ പെട്രോൾ ഒരു രാജ്യവും ഇല്ല. പെറ്റമ്മ കുട്ടിയെ എന്ന പോലെ രക്ഷിച്ചോ കോവിഡ് കാലത്ത്? അതുപോലെ തന്നെ രക്ഷിച്ചു. ഇപ്പോഴും നമുക്ക് ഊർജ പ്രതിസന്ധി ഉണ്ടായിട്ടില്ല. വില കൂട്ടില്ലെന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി. അതെന്താണ്? ഭാവനാപൂർണമായിട്ടുള്ള പ്ലാനിങ്. ആ പ്ലാനിങ് കേരളത്തിലെ ഗവൺമെന്റ് നടത്തിയില്ല, KSEB നടത്തിയില്ല എന്നുള്ള. പിന്നെ
ഇവരിപ്പോ പറയുന്ന ഒരു കാര്യം, യുദ്ധം എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ കണ്ടോന്ന് കാണണം. അതിനാണ് നിങ്ങൾക്ക് ഇത്രയും ശമ്പളം തന്നിരിക്കുന്നത്. ജിയോ പൊളിറ്റിക്സ് അറിഞ്ഞിരിക്കണം. യുദ്ധം ഉണ്ടാവാം. അങ്ങനെ യുദ്ധം വന്നാൽ നമ്മുടെ സംസ്ഥാനത്തെ എങ്ങനെ രക്ഷിക്കാം? ഇനി പിന്നെ ഒരു കാര്യം കൂടി, ഈ പവർ കട്ടിങ് ഇല്ലാതിരുന്ന എന്താ ഇത്ര നാൾ ലോഡ് ഷെഡിങ്? കേന്ദ്ര ഗ്രിഡിൽ നിന്ന് കൊടുത്തുകൊണ്ടാണ്. ഒരു സംശയമില്ല. നേരത്തെ ഇവർക്ക് ആകാമായിരുന്നു. യൂണിറ്റിന് 7 രൂപ വിലക്കുള്ള വൈദ്യുതി കിട്ടുമായിരുന്നു. അന്ന് വാങ്ങിക്കാതിരുന്നു, അത് വാങ്ങിച്ചാൽ മതിയായിരുന്നു. അതിന് പകരം ഇപ്പോ ഡിസ്ട്രസ് സെയിൽസ് എന്ന പോലെ ഡിസ്ട്രസിൽ പോയിട്ട് നമ്മൾ അത്യാവശ്യം പണം ചോദിച്ചാൽ പരമാവധി പലിശ എടുക്കത്തില്ലേ, 10 രൂപ വിലയ്ക്ക് വാങ്ങിക്കുക. ഈ 3 രൂപ ഒരു യൂണിറ്റിന് ആര് കൊടുക്കണം? ഞാനും രാജഗോപാലും എന്നുള്ള ഉപഭോക്താക്കൾ കൊടുക്കണം. ഭാവിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവാതിരിക്കാൻ ഇനി എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇവർ പറയുന്ന ഒരു കാര്യം, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ആൾക്കാർ ഇപ്പൊ പറഞ്ഞു ഇൻഡക്ഷൻ കുക്കറുകൾ കൂടുതലായി വീട്ടിൽ ഉപയോഗിക്കും. ഏത് വീട്ടിലാണ്? രാജഗോപാൽ ഉപയോഗിക്കുന്നുണ്ട് ഇൻഡക്ഷൻ കുക്കർ. ആവശ്യത്തിന് ഗ്യാസ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് കിട്ടുന്നില്ലേ? അല്ല, അപ്പോഴും വൈദ്യുതിയല്ലേ കൂടുള്ളൂ. വൈദ്യുതി ഉപയോഗം കൂടുന്നാണ് അവർ പറയുന്നത്. എന്താ 10 മണിക്കും 12 മണിക്കാണോ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നത്? അത് മാത്രമല്ലേ, ഒരു 100 വീടെടുത്താ 10 വീട്ടിൽ കാണും ചിലപ്പോൾ. ആരും ഉപയോഗിക്കില്ലെന്ന്. അപകടം പിടിച്ച സാധനമാണ്. ഇതിന്റെ സെയിൽസ് കൂടിയെന്നാ പറയുന്നത്. സെയിൽസ് കൂടിയതുകൊണ്ട് അവർക്ക് സെയിൽസ് ഉണ്ട്. അതെന്താണെന്നറിയോ? ഒരു സ്കെയർ ഉണ്ടാക്കി, ഇനി LPG കിട്ടില്ല നിങ്ങൾക്ക് എന്നൊരു സ്കെയർ ഉണ്ടായതുകൊണ്ട് ആളുകൾ മുൻകരുതൽ എന്നുള്ളതായി വാങ്ങിച്ചു വെച്ചു. ആരും പ്രവർത്തിപ്പിക്കുന്നില്ല. ചുമ്മാ കള്ളത്തരം പറയുകയാണ്. എന്റെ വീട്ടിൽ ഇത് ഉപയോഗിക്കുന്നില്ല. ഇത് കേട്ടിരിക്കുന്ന പ്രേക്ഷകരുടെ വീട്ടിലും ഇത് സാധാരണഗതിയിൽ ഉപയോഗിക്കാറില്ല. ഇവർ ചുമ്മാ കള്ള അവകാശവാദങ്ങൾ നടത്തി ജനങ്ങളുടെ മേൽ ഭാരം അടിച്ചേൽപ്പിക്കുക. ദേ ആർ ഇൻഎഫിഷ്യന്റ്. പിന്നെ ഒറ്റ കാര്യം കൂടെ പറയാം. അതായത് ഇത് കമ്പനികളാക്കി ഇതിന്റെ എഫിഷ്യൻസി വർദ്ധിക്കണമെന്ന് എത്രയോ വർഷം മുമ്പ് കേന്ദ്രം പറഞ്ഞു. അന്ന് ഇലക്ട്രിസിറ്റി മന്ത്രിയായിരുന്ന AK ബാലനാണ് അതിന്റെ കൊടി പിടിച്ച് അത് തകർത്ത് കളഞ്ഞത്. കാരണം അവരുടെ ഒരു കറവ പശുവായിട്ട് ഇതിനെ ഉപയോഗിക്കണം. അവരുടെ ചെയർമാൻ അവർ തീരുമാനിക്കും, ജീവനക്കാരെ അവർ സ്പോൺസർ ചെയ്യും. ഇതാണ് സംഭവിച്ചത്. അവരുടെ CITUവിന്റെ യൂണിയൻ അവിടെ മുൻഗണന കൊടുക്കും. ഈ തോന്നിയാസം, ഈ രാഷ്ട്രീയം കാരണമാണ് നമുക്കിപ്പോൾ ഈ ദുർദശ അനുഭവിക്കേണ്ടത്. തീർച്ചയായിട്ടും 100% ശരിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.